Hi students, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ടു പാത്ത് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അത് ഒരു ഫങ്ഷൻ ഓഫ് ടു ഓർ മോർ വേരിയബിൾസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. എക്സിസ്റ്റ് ചെയ്യും എന്ന് പ്രൂവ് ചെയ്യാൻ ആ ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ആ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുക. ആദ്യം നമ്മളൊരു എക്സാമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f of x comma y equal to 2xy divided by x square plus y square if x comma y not equal to 0 0 and f of xy equal to 0 otherwise. അതായത് if xy equal to 0 0 is not continuous at 0 0 and continuous at all other points. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫംഗ്ഷൻ നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ എക്സ് കൊമ വൈ നോട്ട് ഈക്വൽ ടു 0 0? വാട്ട് ഈസ് മെൻ ബൈ എക്സ് കൊമ വൈ ഈക്വൽ ടു 0 0? xy equal to 0 0 means x equal to 0 and y equal to 0. x comma y not equal to 0 0 means ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആണ്. either x not equal to 0 or y not equal to 0. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആവും. അപ്പോൾ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആവും. 2x divided by x square plus y square. Therefore it is well defined. Denominator ഒരിക്കലും 0 ആവില്ല if x comma y not equal to 0 0. ഈ ന്യൂമറേറ്റർ നോക്കുക. This is a polynomial in x and y. Denominator that is also a polynomial in x and y. And we have learned that the quotient means fraction of two polynomials is continuous if the denominator doesn't vanish, അതായത് not equal to 0 ആവുമ്പോൾ. അപ്പോൾ xy not equal to 0 0 means denominator is non-zero. So this quotient of polynomials, 2xy is a polynomial, x square plus y square is another polynomial, and therefore the quotient is continuous at all other points. അതായത് xy നോൺ സീറോ ആവുന്ന എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി 0 0 കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. 0 0 കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ എന്തൊക്കെ വേണം? recall what is meant by continuous at a point. First of all ഈ പോയിന്റ് ഡിഫൈൻഡ് ആവണം. ഡിഫൈൻഡ് ആണ്. സെക്കൻഡ് തിങ്, ഈ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. തേർഡ് തിങ്, ആ ലിമിറ്റിന്റെ വാല്യൂ ഈ പോയിന്റിലെ വാല്യൂവിനോട് ഈക്വൽ ആവണം. ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. 0 0 ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. സോ നമുക്ക് എക്സ് കോമ വൈ 0 0 അപ്രോച്ച് ചെയ്യുന്ന ഒരു പാത്ത് എടുക്കാം. എക്സ് കോമ വൈ എന്നുള്ളത് 0 0 ഒരു നൈബറിംഗ് പോയിന്റ് ആണ്. അത് 0 0 അപ്രോച്ച് ചെയ്യാണ്. സപ്പോസ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു സ്ട്രൈറ്റ് ലൈനിൽ കൂടെയാണെന്ന് വിചാരിക്കുക. ആ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ലെറ്റസ് y is equal to mx. എന്തുകൊണ്ടാണ് mx പ്ലസ് c ഇല്ലാത്തത്? ഓർ എന്തുകൊണ്ടാണ് c equal to 0 ആണത്? ബിക്കോസ് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് y equal to mx എടുത്താൽ മതി. ദെൻ y equal to mx ആവുമ്പോൾ ഈ എക്സ്പ്രഷനിൽ വൈന് പകരം mx എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
So f of x comma y when y equal to mx is 2xy divided by x square plus y square when y is equal to mx. Okay. ഇനി നമ്മൾ y equal to mx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ 2x ഇൻറ്റു വൈക്ക് പകരം mx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം എം സ്ക്വയർ എക്സ് സ്ക്വയർ. So this is equal to 2mx square divided by x square plus m square x square equal to x square ഡിനോമിനേറ്റർ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1 പ്ലസ് എം സ്ക്വയർ കിട്ടും. എക്സ് സ്ക്വയറിൻ്റെ 1 പ്ലസ് എം സ്ക്വയർ. ആ എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്തു. സോ യു വിൽ ഗെറ്റ് 2m ഡിവൈഡ് ബൈ 1 പ്ലസ് എം സ്ക്വയർ. ഓക്കെ. ഇനി ഈ എക്സ് വൈ 0,0 അപ്രോച്ച് ചെയ്യണത് y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനിൽ കൂടെയാണെന്ന് വിചാരിക്കുക. അതായത് m ഈക്വൽ ടു 1 there. അപ്പോൾ ഈ വാല്യൂ എന്ത് കിട്ടും? 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1, അതായത് 2/2, അതായത് 1 കിട്ടും. ഇനി എക്സ് കോമ വൈ എന്നുള്ളത് 0,0 അപ്രോച്ച് ചെയ്യണത് y ഈക്വൽ ടു 2x കൂടെയാണെന്ന് വിചാരിക്കുക. y ഈക്വൽ ടു 2x. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 2 ഇൻറ്റു 2 4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4 സ്ക്വയർ 1 പ്ലസ് 2 സ്ക്വയർ 1 പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? 4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4, അതായത് 4 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഒരു കേസിൽ എനിക്ക് 4/5 ആണ് വാല്യൂ കിട്ടുന്നത്, മറ്റേ കേസിൽ എനിക്ക് 1 ആണ് വാല്യൂ കിട്ടുന്നത്. സോ ഈ എഫ് ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് ആസ് എക്സ് കോമ വൈ ടെൻസ് ടു 0,0 ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ചോസൺ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ലിമിറ്റ് എപ്പോഴും യുണീക്ക് ആയിരിക്കണം. യുണീക്ക്നെസ് ഇല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല എന്ന് പറയും. നിങ്ങൾ സിംഗിൾ വേരിയബിളിൻ്റെ കേസിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഒക്കെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. 4 പോയിന്റിൽ ലിമിറ്റ് ഉള്ളൂ എന്ന് പറയും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് ഡയറക്ഷൻസ് ഉണ്ട്. നിങ്ങൾ പ്ലെയിനിലാണ് നിൽക്കണത്. പ്ലെയിനിൽ ഒരു പോയിന്റിനെ അപ്രോച്ച് ചെയ്യണം നിങ്ങൾ ചെയ്യണത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രമല്ല, മുകളിൽ നിന്ന് വരാം, ചോട്ടിൽ നിന്ന് വരാം, സൈഡിൽ നിന്നൊക്കെ വരാം, ആംഗിളിൽ നിന്ന് വരാം. അപ്പോൾ പല വഴിക്ക് വരുമ്പോഴും പല ലിമിറ്റ് ആയി കഴിഞ്ഞാൽ we say the limit doesn't exist. സോ ഇതാണ് 2 path ലിമിറ്റ്, 2 path ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് അല്ല. സോ നിങ്ങൾ കൺക്ലൂഷൻ എഴുതണം. Therefore, along the line y is equal to mx, limit x comma y tends to 0,0, f of xy is equal to 2m divided by 1 plus m square. ഇതാണ് ആ ലിമിറ്റിൻ്റെ വാല്യൂ. This limit changes with m. പല വാല്യൂസ് ഉണ്ടാവുന്നു. There is no single number we may call the limit of f as x comma y approaches 0,0. പല വാല്യൂസ് ഉണ്ടാകുമ്പോൾ ലിമിറ്റ് ഫെയിൽസ് ടു എക്സിസ്റ്റ് ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0,0. സോ നമുക്കൊന്ന് ഫോർമലൈസ് ചെയ്ത് 2 പാത്ത് ടെസ്റ്റ് എഴുതാം. The 2 path test for non-existence of a limit. So statement ഇങ്ങനെയാണ്: if a function f of x comma y has different limits along two different paths, as x comma y approaches x naught y naught, then limit x comma y tends to x naught y naught, f of x comma y does not exist.
വേറൊരു എക്സാമ്പിൾ തരാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 2x² y divided by x to the power 4 plus y square has no limit as x comma y approaches 0, 0. ഇവിടെ കണ്ടിന്യൂറ്റി ചോദിച്ചിട്ടില്ല, ലിമിറ്റ് ഇല്ല എന്ന് മാത്രമേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ പോർഷൻ മാത്രം എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്, നിങ്ങളത് വർക്കൗട്ട് ചെയ്യുക. ഇതുപോലത്തെ വേറെ 2 പ്രോബ്ലംസ് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇടുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. 2 വീഡിയോസ് ഇടുന്നുണ്ട്. ആ 2 വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക. താങ്ക് യു.